പുറകിലൊരു ടാപ്പുണ്ട്. അതിനോട് തൊട്ട് കുളിമുറി മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട് സാർ. കൊള്ളാം. അല്ല, ബിസിനസ് ആവശ്യത്തിനെന്ന് പറഞ്ഞു, എന്താന്ന് മനസ്സിലായില്ല. അതൊക്കെ ഉണ്ട്. അപ്പോ ഇത് നമ്മൾ ഉറപ്പിക്കുന്നു. പാർട്ടിയെ കണ്ട് വേണ്ട ഏർപ്പാടുകൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. എന്താണ് പരിപാടി അമ്മാവോ? അമ്മാവൻ നിന്റെ അമ്മയുടെ നായർ പോടാ. രാജപ്പനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, അവന്റെ വാല ആനയും പേടിക്കണം, ആന പുണ്ടത്തെയും പേടിക്കണം. സാറിന്റെ കട ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടു. വരണം, ഒരു ചായ അടിച്ചിട്ട് വാ. വന്നട്ടെ. ഈ കരിമ്പാറയുടെ ഒക്കെ ഒരു ഇടപാട് വേറെ മനുഷ്യനെ കെടുത്താൻ ഈ കാട്ടുമുക്കില പറയാൻ പറ്റില്ലെന്ന്. വല്ല കള്ളന്മാരും കയ്യിലൊന്ന് ചാടിയാലോ? കള്ളന്മാർ എന്റെ കയ്യിൽ വന്ന് ചാടാൻ വേണ്ടി ഇങ്ങനെ ഉറക്കൊഴിച്ച് നടക്കല്ലേ? അവർക്ക് ഫുൾ നൈറ്റ് വരെ പണി ഉണ്ടാക്കാന്. ഇത് വെറുതെ ഉറക്കുളക്കാൻ വേണ്ടി ഞാൻ ഏതായാലും പോയി ഉറങ്ങാൻ പോവാ. താനും പോയി കിടന്നോ. എന്നാലും നമ്മുടെ ഡ്യൂട്ടി കുന്തം. ഇനി ഇപ്പൊ രാത്രി മഞ്ഞും കൊണ്ട് ഉറക്കൊഴിഞ്ഞ് നടന്നാൽ കിട്ടാൻ പോയല്ലേ രാഷ്ട്രപതിയുടെ. താൻ വേണേ നടന്നു, ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. നമുക്ക് വീട്ടില് പെണ്ണും പിടക്കോഴൊക്കെ ഉള്ള ആചാനെ. ഗുഡ് നൈറ്റ്. അവിടെ നിൽക്കാൻ നാശം. അവിടെ നിൽക്കാൻ ആള് പോയതുണ്ടല്ലേ? അവൻ ഇതിനകത്തോട്ട് കയറിയെന്നാ തോന്നുന്നു. എന്തുവാ സാറേ, എന്ത് പറ്റി? ഒരു കള്ളൻ ഇതിനകത്തേക്ക് പോയിട്ടുണ്ട്. അയ്യോ, എന്റെ ഈശോ വിശ്വ തമ്പുരാനെ. സാറേ. ഞാനൊന്ന് കേറി നോക്കിയല്ലോ. ഇങ്ങോട്ട് വലിച്ച് പുറത്തിടണം സാറേ. അവന്റെ കഥ നിങ്ങൾ കഴിച്ചു തരാം. കേറി നോക്കാല്ലേ? ഒന്ന് കേറി നോക്കണം സാറേ. ചെല്ലണം സാറേ. കഴിവേണ്ട പോനെ. കള്ളം പോയി. പുറകു വശത്ത് വെയിൽ പിടിച്ചവൻ ആ വഴി പോയി. വഴിയില്ല. നിങ്ങൾ ഈ വഴി വിട്ടോ? വടക്കര സ്റ്റേഷൻ. ഇത് പോസ്റ്റ് ഓഫീസിൽ നിന്നാ. ഇവിടെ മാർക്കറ്റിൽ ആകെ പ്രശ്നമാ. ഉടൻ പോലീസ് എത്തിയേ പറ്റൂ സാർ. കാര്യം പറയടോ. സാർ ഫയൽമാൻ അറുപത് പിള്ളക്ക് ഭ്രാന്തമായിരിക്കുന്നു സാർ. അത് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്താ കാര്യം? ആശുപത്രി കൊണ്ടാ നോക്ക്. ആരും അടുക്കുന്നില്ല സാർ. ചെല്ലുന്നവരല്ലേ അടിച്ച് താഴെ ഇടുക. അയ്യോ സാർ, ഒരു കട തല്ലി തകർത്തു കഴിഞ്ഞു സാർ. ഒരു വാൻ പോലീസ് എങ്കിലും ഉടനെ കയറ്റിയേ പറ്റൂ സാർ. വരാം. താങ്കളൊന്ന് കീറാതെ. ശ്രീനിവാസൻ സർ, മാർക്കിന്റെ അവിടെ ഒരുത്തം കിടന്ന് ബേളം ഉണ്ടാക്കുന്നു. എന്ന് വിളിച്ചോണ്ട് വാ. വിലം എടുക്കണോ സാർ? വേണ്ട, ചെന്ന് വിളിച്ചാ മതി, കൂടെ പോരും. എങ്ങോട്ടാ സൈക്കിളിൽ പറക്കുന്നേ? ഒരു പുള്ളി അറസ്റ്റ് ചെയ്യാൻ പോവാ. ഒറ്റയ്ക്കോ? പിന്നല്ലാതെ. എസ് ഐ സാറിന് എന്നോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് ഇങ്ങനത്തെ പല കേസുകൾക്ക് എന്നെ തനിച്ചാ വിടാറ്. എന്റെ പേരിലുള്ള വിശ്വാസം കൊണ്ടാണേ. അതെ അതെ. സംസാരിച്ച സമയമില്ല, ഞാൻ പോട്ടെ. അടുക്കല്ലേ സാറേ, മുഴുവട്ട. ഇപ്പൊ 4-5 അടിച്ച് താഴെ ഇട്ടതേ ഉള്ളൂ. ഞാൻ സംസാരിച്ചു നോക്കാം. എന്താ അയാളുടെ പേര്? ആർമുഖം പിള്ള. സാർ ഒറ്റയ്ക്ക് പോകാതിരിക്കാണ് ബുദ്ധി. സാറേ പോലെ സാറേ
സാറേ പോകല്ലേ. അടി അടുത്ത് വന്ന അടി കൊല്ലി. താഴെയിട്. 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 ഇട്ടോ. നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. ഇങ്ങനെ കിടന്ന് നിലവിളിക്കാതെ ശ്രീനിവാസ, ചൂട് പിടിച്ചില്ലെങ്കിൽ നീര് വരും. കുട്ടികളെ പോലെ കിടന്ന് കരയാ. ഒന്ന് അടങ്ങി കിടക്കണോ? സൈക്കിളിലെ പറക്കല് കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ. ദാ ഇപ്പൊ പിടിച്ചോണ്ട് വരാന്ന് പറഞ്ഞല്ലേ പോയത്. പിന്നെ വാങ്ങിക്കുന്നതിന്റെ അയാൾ എന്നെ എടുത്തെറിയ ഞാൻ വിചാരിച്ചോ? മതി 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 മതി. എടോ, മുഴുവട്ടുള്ള ഒരുത്തനെ, അതും പർവ്വതം പോലെ ശരീരമുള്ള പിള്ളയെ താനല്ലാതെ കേറി പിടിക്കാൻ പോകും. അല്ല, തന്നെ ഒറ്റയ്ക്ക് ആ കരിമ്പാറ അങ്ങോട്ട് അയച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അതെ, അയാൾക്ക് തന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ? സാർ സാർ എന്താടോ, എന്ത് കോടാലും കൊണ്ടാ വരവ്? സാർ പള്ളിയുടെ പറയിലെ റെയിൽവേ ആരോ തല വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇങ്ങോട്ടാണോ ഓടി വരിക? അയാളോട് തലയെടുക്കാൻ പറ. എന്റെ ഈശ്വര, വണ്ടി വരുമ്പോ തല തെറിച്ചു പോവുമല്ലോ. തെറിച്ചു പോയി സാർ. പോയിക്കോ. ശ്രീനിവാസ, നീ കോട്ടേഴ്സ് എസ് ഐയോട് വിവരം പറ. ചെല്. ഉത്സവം ഏത് വണ്ടിക്കാണോ പണ്ടാരം തല വെച്ചത്? 9:45 മെയിലായിരിക്കും സാർ. ബോഡി ഇപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ശരിയായ വെളിച്ചമില്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷ് തയ്യാറാക്കാൻ പറ്റുന്നില്ല സാർ. നാളെ എടുക്കാം, ആളെ നിർത്തണം. അല്ല, ഡ്യൂട്ടിക്ക് മൊയ്തീനില്ല. കുറുപ്പാണി വീട്ടിൽ പോയി. സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പിന്നെ ഇയാളെ നിൽക്കട്ടെ. ഒറ്റയ്ക്കോ സാർ? ഞാൻ കൂടെ വേണമെങ്കിൽ. അതിന് പേടിയുണ്ടോ? ഉണ്ടോടെ? ഇല്ല സാർ. ആ, അയാൾക്ക് പേടിയൊന്നുമില്ല. നീ അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെയാ മാറുന്നത് സാർ. ആ, പിന്നെ ഉറങ്ങരുത്. തല കുറുക്കം കൊണ്ടുപോകും. സാർ. തന്റെ അല്ല, ശവത്തിന്റെ. വളരെ ഓ, വിഷമമുണ്ടോ ഒറ്റയ്ക്ക് നിൽക്കാൻ? ഇല്ല സാർ. ഉറങ്ങരുത്. ആ, അർജുനൻ ഫൽഗുണൻ പാർത്തൻ വിജയനും വിശ്വതുമായി ഉറപ്പിനും കിരീടിയും ചെയ്താർദ്ദനന്ദം ധരഞ്ജയൻ വിഷ്ണുവും ഭീതികരവും സർവം സായുജ്യവും 10 നാമങ്ങളും വെച്ചിറങ്ങും വയങ്ങളെ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയ്യോ, അർജുനൻ പാർത്തൻ കിരീടം. അർജുനൻ പാർത്തൻ വിജയൻ. അയ്യോ, ഈ പോലീസുകാരുടെ ഒരു സമയമായി. ഇവിടെ ചെന്നാലും ഇതുപോലത്തെ ഒരു കോളക്കും. അത്യാവശ്യം ഭക്ഷണവും നടക്കും, മറ്റെല്ലാ കാര്യവും നടക്കും. പോലീസുകാരനായ മതിയായിരുന്നു. ഹലോ, ഒരു മുന്നറിയിപ്പില്ലാതെ ഞങ്ങൾ നിന്നെ ഒന്ന് കാണാൻ ഇറങ്ങിയതാടാ. വരുന്ന വഴിക്കൊരു അബദ്ധം പറ്റി. ഇവിടുത്തെ എസ് ഐ സ്റ്റേഷനിൽ കയറ്റി ഞങ്ങളൊന്ന് വരട്ടി. ആരെ മാത്രനാ? അയാൾ അങ്ങനെയാ. ഞങ്ങൾ നിന്നെ ഒരൊറ്റ ആളെ ഓർത്തിട്ടാണ് ഇതിൽ എടുത്തിട്ട് പെരിക്കണേ. ഞാൻ അയാളാ. എന്റെ പഴയ സ്വഭാവം നിനക്കറിയാലോ. പിന്നെ എന്തൊക്കെയുണ്ടാ വിശേഷങ്ങള്? എന്ത് വിശേഷം? നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. ആ, പിന്നെ 1-2 കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു. എന്താടാ? അത് സമിതി ഓഫീസ് പൊളിച്ചു. സ്ഥലം നപ്പാച്ചനും ഇട്ടുകൊടുത്തു. അതെന്താ? വല്ല വഴക്കുണ്ടായോ? ഏയ്, നീ പോയി കഴിഞ്ഞപ്പോ ഉള്ള ആവേശമൊക്കെ പോയി. അതെ. ആ, പിന്നെ നമ്മുടെ വാസു ഒരു വിസ ഒക്കെ റെഡിയാക്കി അക്കരെ ചേരാൻ നിൽക്കുക. ആണോടാ? അതെ. ഓരോരുത്തരും ഓരോ വഴിക്ക് പിരിയ. സങ്കടമുണ്ട്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാടാ. എടാ വാസു, നിനക്ക് പണത്തിന് ആവശ്യമില്ലോട്ട് ചോദിക്കാൻ പഠിക്കരുത്. ഞാൻ വിചാരിച്ചിട്ട് ലോണൊക്കെ കിട്ടും. അല്ല, നിനക്കെന്തോ അസുഖമാണെന്ന് പരമേശ്വരൻ സാർ പറഞ്ഞു. അത് കാലാവസ്ഥ പറ്റാഞ്ഞിട്ടാ. ഈ വെള്ളമൊക്കെ മാറി കുളിച്ചപ്പോ പനി അടിച്ചതാ. കാലാവസ്ഥ പ്രേതത്തിന് കാവലിരുന്ന് പേടിച്ചിട്ട് പറട്ടെ. അയ്യോ, പറയല്ലേ? എന്തോന്ന്? അല്ല, എന്റെ ഈ അസുഖത്തിന്റെ കാര്യം അമ്മയോട് പറയല്ലേന്ന് പറയായിരുന്നു. ചേട്ടാ, ചേട്ടാ,
ചായ വേണ്ടേ? ഇന്ന് ഞാത്തേക്ക് വെക്കോട്ടെ. ലൈനാണല്ലേ? ലൈനോ? നിനക്കൊരു പ്രാന്തുണ്ട്. എന്ത് ഭ്രാന്ത്? ആ നോട്ടും ചിരിയും ചേട്ടാന്നുള്ള വിളി. എടാ ചേട്ടൻ അവളെ ആദ്യമായിട്ട് വിളിക്കുന്നു. എന്തായാലും നിനക്ക് നന്നായിട്ട് ചേരും. എടാ നിന്റെ വീട്ടിൽ പറയട്ടെ. കൊല്ലിക്കാൻ ഒരു മതി മതി, അവനായി അവന്റെ പാടായി. എടാ ഞങ്ങൾക്ക് ഉടനെ പോണം. ഇപ്പോഴോ? ഊണൊക്കെ കഴിച്ചിട്ട് അയ്യോ, ഊണൊന്നും വേണ്ട, ചായ തന്നെ ധാരാളം. ഉടനെ പോയിട്ട് കാര്യമുണ്ടടാ. ഞങ്ങൾ വീട്ടിൽ പറയാനാണ്. ആ രാസരാതിപ്പൊടിയല്ലേ, കുളി കഴിഞ്ഞ് സ്വല്പം നിറകെ പുരട്ടുന്നത് വളരെ നല്ലതാണ്. ജലദോഷം മൂക്കടപ്പ് മുതലായ പമ്പ കിടക്കും. മനസ്സിലായില്ല. ലക്കി സ്റ്റാർ. ലക്കി സ്റ്റാറോ? അതെ, ലക്കി സ്റ്റാർ ഭാഗ്യതാരകം ഇൻസ്റ്റാൾമെന്റ് പദ്ധതി. വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ? ആ ഈ ടെലിവിഷനൊക്കെ ഇൻസ്റ്റാൾമെന്റിൽ കൊടുക്കുന്ന. കറക്റ്റ്. കണ്ടോ, വീട്ടിലിരിക്കുന്ന സാറിന്റെ ഭാര്യ എത്ര വേഗം വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അല്ല ഞങ്ങൾ ഒരു കളർ ടി വി സെറ്റ് വാങ്ങിക്കാത്ത എന്താ സാറേ? ഒന്ന് എടുത്തു വെച്ചാലോ? അയ്യോ ഞാനല്ല ഇവിടുത്തെ ആള്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ചേച്ചി പറയട്ടെ, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് അതിന്റെ ഒരു വില അറിയും. സാറിനെ പോലെ ഒരു മാന്യ വ്യക്തിയുടെ വീട്ടിൽ ഒരു കളർ ടി വി ഇല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് സാറിനല്ല, ലക്കി സ്റ്റാറിനാണ്. അയ്യോ മാഷേ, ഞാനല്ല ഇവിടുത്തെ ആളെന്ന് പറഞ്ഞില്ലേ? അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ മിസസിനോട് കാര്യം പറഞ്ഞത്. എന്താ എന്താ അവിടെ? നമസ്കാരം സാർ. ആ. ഞാനിങ്ങനെ വീടുകൾ നേരിട്ട് എന്ന്. അല്ല, സാറെന്താ ഇവിടെ? അത് കൊള്ളാം. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ എന്താ അവിടെ ഒന്നു? അയ്യോ, അപ്പൊ സാറിന്റെ വീടായിരുന്നോ? ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ അങ്ങനെയായിരുന്നു. എന്താ ഇപ്പൊ വല്ല മാറ്റമുണ്ടോ? അല്ല, അപ്പൊ ഇവരാരാ? ഇതെന്റെ മോള്, ഇത് PC ശ്രീനിവാസൻ. എന്താ വല്ല സംശയമുണ്ടോ? ഹേയ്, ഞാനൊരു കളർ ടി വി വാങ്ങി വെക്കുന്ന കാര്യം പറയായിരുന്നു. എടോ, ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, ഇന്നേ വരെ 10 പൈസ കൈക്കൂലി വാങ്ങിക്കത്തന്നെ ഞാൻ. ഇതിനു വേണ്ടി ഞാനൊരു കൈക്കൂലിക്കാരനാണെന്നാണ് താൻ പറയുന്നത്? ഒരിക്കലും പാടില്ല സാർ. ആ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചെല്ലേ മോളെ ചന്ദ്രികയെ ചായ വല്ലോണ്ട് കിടക്ക്. ആ ശ്രീനി, തന്റെ വീടിന്റെ കാര്യമൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. കേശവന്നാരെ കയ്യിൽ നിന്ന് താക്കോലും വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാ പിന്നെ ഇന്ന് തന്നെ അങ്ങോട്ട് മാറായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. ഇന്ന് തന്നെ മാറണോ? ഇന്ന് തന്നെ അവിടെ ചെന്ന് സ്വസ്ഥമായ നാളെ മുതൽ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യായിരുന്നു. എന്നാ പിന്നെ അങ്ങനെ ചെയ്യും.